PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട NCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, പൊളിറ്റിക്കൽ സയൻസ്, ആർട്സ് ആൻഡ് കൾച്ചർ, ആ ഭാഗങ്ങളെല്ലാം നമ്മൾ NCERT പാഠഭാഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വരുന്ന NCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് വെറുതെ ചാപ്റ്റേഴ്സ് പറഞ്ഞു തരുകയല്ല, ഏകദേശം നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ള പാഠഭാഗങ്ങളുടെ ഏരിയാസ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ടൈം ടേബിൾ തരുന്നതേ ഉള്ളൂ. അപ്പോൾ ടൈം ടേബിളിന് മുന്നേ നമ്മളിപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് NCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇനി നമ്മൾ SCERTയുടെ ലിസ്റ്റ് തരും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട മെറ്റീരിയൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രകാരം നിങ്ങൾ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് NCERT പാഠഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എല്ലാം സെറ്റാക്കി വയ്ക്കുക. നമ്മൾ ടൈം ടേബിൾ തന്നതിന് ശേഷം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ടൈം ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമ്മൾ ക്ലാസ് എടുത്ത് തരും, അതിനുശേഷം നിങ്ങൾക്ക് PDF വായിച്ച് പഠിക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട NCERT പാഠഭാഗങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം വഴിയാണ്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റാണ്. അതിൽ ഇന്ത്യൻ ഭരണഘടനാ പ്രവർത്തനത്തിൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ പ്രവർത്തനത്തിൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് +1. അവിടെ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സാണ്. നോക്കുക, ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ദെൻ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ, തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും, കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ സഭ, നീതിന്യായ വിഭാഗം, ഫെഡറലിസം, തദ്ദേശ ഗവൺമെൻറ്റുകൾ, ഭരണഘടന ഒരു സജീവ പ്രമാണമെന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം. ഈ പറയുന്ന 10 ചാപ്റ്ററും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പറയുന്ന 10 ചാപ്റ്ററും മസ്റ്റായിട്ടും പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചാപ്റ്റേഴ്സ് ഞാൻ വളരെ പ്രധാനപ്പെട്ടത് മാത്രം 1-2 ചാപ്റ്റേഴ്സ് വേറൊരു ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്ത് എടുത്ത് തന്നേക്കും. നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു NCERT നമുക്ക് +1 +2 മലയാളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കുക. സമഗ്രയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുക. ഈ 10 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ ക്ലാസ് എടുത്ത് തരും. ഓക്കെ, നമ്മൾ മുന്നേ ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ കൂടി നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 10 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഭരണഘടനയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചും, ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ ആധികാരികത എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഭരണഘടന നിലവിൽ വന്നത് എന്നുള്ള പ്രഖ്യാപിച്ചത് എപ്പോഴാണ്, ഓക്കെ, ഭരണഘടനാ പ്രഖ്യാപനം, അതുപോലെ തന്നെ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചും ഭരണഘടനയുടെ നിർമ്മാണം, ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്,
അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും വിവിധ ഘട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതുണ്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്, ആദ്യ സമ്മേളനം നടന്ന വർഷം വിത്ത് ഡേറ്റ്, അതുപോലെ ആദ്യത്തെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഡേറ്റ്. അപ്പോൾ ഓരോ വർഷവും ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയത് കണ്ടോ. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എപ്പോഴാണ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് ആദ്യത്തെ ചാപ്റ്റർ മുതൽ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അവിടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞ് ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ ഓരോ ആശയങ്ങളും എവിടെ നിന്നൊക്കെയാണ് കടമെടുത്തിരിക്കുന്നത്, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അതൊരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നവ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നത്, ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആദ്യത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവകാശങ്ങളുടെ, ഈ 10 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ അവകാശങ്ങളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവകാശ പത്രിക, ബിൽ ഓഫ് റൈറ്റ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3 കുറിച്ച്, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ എന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സമത്വത്തിനുള്ള അവകാശം, അങ്ങനെ ഓരോ അവകാശങ്ങളും ആർട്ടിക്കിൾ ഏതൊക്കെയാണ്, അതിൽ വരുന്ന കാര്യങ്ങൾ, ഓരോ മൗലിക അവകാശങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഓരോ മൗലിക അവകാശങ്ങളും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സമ്മേളന സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാ അവകാശങ്ങളെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, കരുതൽ തടങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ ഈ അവകാശം അനുവദിക്കുന്നത് തടയാനാവില്ല എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മൗലിക അവകാശങ്ങളുടെ കാര്യങ്ങളും അതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാപ്റ്ററിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അടുത്ത 3-ാമത്തെ ചാപ്റ്ററാണ് തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. ഈ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്ക് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, FPTP സമ്പ്രദായം. നമുക്ക് കഴിഞ്ഞ ഡിഗ്രി ലെവലിനൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണ്, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്താണ്, ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈ ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളതാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്ന ആ ഒരു ഭാഗം. പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയെക്കുറിച്ച് നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം കിട്ടുന്നൊരു ഏരിയ ആണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നതിൽ നമുക്ക് എന്താണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്, അതിലെ ഓരോ കാര്യങ്ങളും, അതായത് വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ, പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണ്, പാർലമെന്ററി സമ്പ്രദായം എന്താണ്, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കോളം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഇംപീച്ച്മെൻറ്റ്, പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന ഇംപീച്ച്മെൻറ്റിനെ കുറിച്ചും, പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് അധികാരങ്ങൾ, അതുപോലെ പ്രസിഡന്റിൻ്റെ വിവേചനാധികാരങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്, അതുപോലെ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ആ ഒരു ഭാഗം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ഥിരം എക്സിക്യൂട്ടീവ് ബ്യൂറോക്രസിയെ കുറിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ 2 എക്സാമിന് നമുക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇന്ത്യൻ സിവിൽ സർവീസും ആ ഒരു ഭാഗമൊക്കെ. അപ്പോൾ അവിടെ അഖിലേന്ത്യാ സിവിൽ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ആ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗം. അങ്ങനെ ഓരോ ചാപ്റ്ററിലും നമുക്ക് നിയമനിർമ്മാണ സഭ, അങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ
നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് രാജ്യസഭയെക്കുറിച്ചും ലോകസഭയെക്കുറിച്ചും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലോക്സഭ രാജ്യസഭ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത്. പിന്നെ നിയമനിർമ്മാണ സഭ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നോക്കുക, അടുത്ത ചാപ്റ്ററാണ് നീതിന്യായ വിഭാഗം. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കോടതികളെക്കുറിച്ചും അവരുടേതൊക്കെയാണ്, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്താണ്, നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെയാണ്, ജഡ്ജിമാരുടെ നിയമനം എങ്ങനെയാണ്, ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന, ഹൈക്കോടതി കണ്ടോ, സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി, അങ്ങനെ ഓരോ കോടതിയും അവരുടെ എന്തൊക്കെയാണ് അധികാരങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് എന്താ നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. ഇനി അടുത്തതാണ് ഫെഡറലിസം. ഇവിടെ നമുക്ക് വരുന്നത് നമുക്ക് ലിസ്റ്റുകളെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫെഡറലിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് PSCയിൽ ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ആ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ ഒരു കോളമൊക്കെ തിരിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. ഇതിൻ്റെ നോട്ട്സും ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അല്ല കേട്ടോ, അതിൻ്റെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സ്വയം പഠന സഹായി എന്ന് പറയുന്ന ആ ഒരു ബുക്കിൻ്റെ PDF ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഉടനെ തന്നെ തരുന്നതായിരിക്കും നമ്മുടെ ടൈം ടേബിൾ പ്രകാരം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് നോക്കി വയ്ക്കുക. നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, പിന്നെ എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പോയിന്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട് ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഭാഗത്ത് നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഡിഗ്രി ലെവലിൽ നടന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ക്ലാസ്സുകളിനനുസരിച്ച് ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ എടുത്തു തരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്